വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഫോർ വെയ്റ്റ് ലോസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വെയ്റ്റ് ലോസിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ഒരു 9 മണിയായപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് കോഫി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, ബ്ലാക്ക് കോഫി ഒക്കെ എടുക്കുക വിത്തൗട്ട് ഷുഗർ, നോ മിൽക്ക് കേട്ടോ. ഞാൻ മിൽക്കൊന്നും ചേർക്കുന്നില്ല. പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ സാൻഡ്വിച്ചാണ് എടുത്തിട്ടുള്ളത്. മൾട്ടിഗ്രെയിൻ ബ്രെഡാണ് കേട്ടോ, ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ള. വൈറ്റ് ബ്രെഡ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതാണ് ഞാൻ കഴിക്കുന്നത്. ചില സമയത്ത് ഞാൻ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും. അപ്പോൾ ഇന്നിപ്പോൾ 9 മണിക്കാണ് കഴിക്കുന്നത്. നിങ്ങൾ 7 മണിക്കൊക്കെ കഴിക്കുക. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പുട്ട്, ദോശ, ഇഡ്ഡലിയൊക്കെ കഴിക്കാം. 2 എണ്ണം കഴിക്കുന്നിടത്ത് ഒരെണ്ണാക്കി കുറയ്ക്കുക. അങ്ങനെ അളവ് കട്ട് ചെയ്യുക കേട്ടോ. അതായത് അളവ് കുറച്ച് കഴിക്കുക. പിന്നെ ലഞ്ചിന് റൈസും മഷ്റൂം കറിയും യോഗട്ടും ഒരു ആപ്പിളും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഫ്രൂട്ടോ നട്ട്സൊക്കെ കഴിക്കുക. എനിക്കിപ്പോൾ അതിന് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ലഞ്ചിൻ്റെ ടൈമിൽ ഫ്രൂട്ടൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ റൈസൊക്കെ കഴിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട്. പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള ഫുഡും അത് നമ്മൾ കുക്ക് ചെയ്യുന്ന രീതിയും, ഇപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്നുണ്ടെങ്കിൽ ഗ്രിൽഡ് ആയിട്ടുള്ള ഫുഡും അങ്ങനത്തെയൊക്കെയാണ് കഴിക്കാൻ നോക്കുന്നത്. പിന്നെ റൈസിൻ്റെ കൂടെ കുക്കുംബറൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടിലെത്തിയൊരു 4:30 ആയപ്പോൾ വാൾനട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് നട്ട്സും എടുക്കാൻ പാടില്ല. നമ്മൾ ഏതാണോ കഴിക്കുന്ന ഒരു 5-6 എണ്ണമൊക്കെ, മാക്സിമം ഒരു 10 എണ്ണമൊക്കെ കഴിക്കുക. പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ ഗ്രിൽഡ് ചിക്കന്. പിന്നെ അതിൻ്റെ കൂടെ ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് ഞാൻ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്ന ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക.